ഹലോ ബട്ടർഫ്ലൈസ്, ഇറ്റ്സ് മീ ഒരു കുഞ്ഞു. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എനിക്ക് സുഖമാണ്. അപ്പോൾ ഞാൻ എന്താണ് ഷുഗയിൽ ഇത് വന്നെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഷുഗർ ഇല്ല കേട്ടോ. ബാക്കി എല്ലാവരും ഉണ്ടെങ്കിലും ഷുഗർ ഇല്ല. അപ്പം പിന്നെ നമ്മൾ ഷുഗറിന് മരുന്ന് വെച്ചിട്ടാണ് സ്റ്റോർ തുടങ്ങുന്നത്. പിന്നെ ഇത് കുഞ്ഞു വൺ ഷോട്ടാണ്, നമ്മുടെ റൊമാൻറ്റിക് ഹബിയുടെ വൺ ഷോട്ടാണ്. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ നല്ല കിളിയുടെ സൗണ്ട് എല്ലാം ഉണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കാണേണ്ടതാണ്. പിന്നെ അലപ്പിൻ്റെയൊക്കെ ഉണ്ട്, നിങ്ങളത് അഡ്ജസ്റ്റ് ചെയ്യണം. നിങ്ങൾക്കറിയാം ഞാൻ രാവിലെയാണ് ഇരുന്ന് എഡിറ്റ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇത് കണ്ടിട്ട് അഭിപ്രായം വേണം. മറ്റുള്ള സ്റ്റോറീസിൽ അലപ്പുണ്ടായിരുന്നോ അത് നിങ്ങളത് പറഞ്ഞില്ല, ഫസ്റ്റ് തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടില്ല. എന്നാലും നിങ്ങളതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കാണേണ്ടതാണ്. അപ്പോൾ നമുക്ക് സ്റ്റോറിയിലോട്ട് പോകാം. ചുണ്ടിൽ ചുണ്ടാൽ ചായം തെക്കൂലേ മമ്മി. ആ, നീ വന്നോ? കയറി വാ. ഇന്ന് നിനക്ക് നൈറ്റ് ഡ്യൂട്ടി അല്ലേ? ഇല്ല മമ്മി, എനിക്കിന്ന് നൈറ്റ് ഡ്യൂട്ടി ഇല്ല. ഓ, ഇനി എന്നാ നിനക്ക് നൈറ്റ് ഡ്യൂട്ടി ഉള്ളേ? ഇല്ല മമ്മി, ഞാൻ നൈറ്റ് ഡ്യൂട്ടി ക്യാൻസൽ ചെയ്തു. എന്തെങ്കിലും എമർജൻസി കേസ് രാത്രി കൊണ്ട് വന്നാൽ മാത്രം എന്നെ വിളിച്ചാൽ മതിയെന്ന് ഞാൻ പറഞ്ഞു. ആ, അല്ല മമ്മി, ഇവിടെ എന്താ ഇത്ര സൈലന്റ്? ഇവിടെ ഉള്ളവർക്ക് എവിടെ പോയി? അവരൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. എന്നിട്ട് അനക്കൊന്നും ഇല്ലല്ലോ. കെവിനും തെസയും കൂടി റൂമിലാ. ലക്കിയും സിയയും പഠിക്കുക. പിന്നെ നിന്റെ മക്കളും അവരുടെ കൂടെ പോയിരുന്ന് പഠിക്കുക. ഓക്കെ, എന്നാ ഞാൻ മുറിയിലോട്ട് പോകുക. അല്ല, നിനക്ക് ഫുഡൊന്നും വേണ്ടേ? വേണ്ട മമ്മി, ഞാൻ ഫുഡ് കഴിച്ചിട്ടാ വന്നേ. ആ, ഓക്കെ. അയ്യോ മിയ മോളെ, നിനക്ക് വേദനിച്ചോ? സോറി. സോറി എന്നോടല്ല പറയേണ്ടത്, ഇയാളോടാ പറയേണ്ടത്. ഓ സോറി എന്റെ ബേബി. എന്റെ കൊച്ചു മര്യാദക്ക് ഇരിക്കുവായിരുന്നു. നിങ്ങൾ വന്ന് ശല്യപ്പെടുത്തിയോണ്ട് എന്റെ കുട്ടി എഴുന്നേറ്റ്. ഓ, എന്റെ രണ്ട് ബേബീസ് എന്നോട് ക്ഷമിക്ക്. അല്ല, ഇച്ചാനൊന്ന് നൈറ്റ് ഡ്യൂട്ടി ഇല്ലേ? ഇല്ല. ഓ ബേബി, നിന്റെ പപ്പ ഇന്ന് നമ്മളെ ഉറങ്ങാൻ സമ്മതിക്കത്തില്ല. ഇന്ന് ഞാൻ എന്റെ ബേബി ഒന്നും ചെയ്യില്ല. ഓ, സമാധാനായി. ഇച്ചാൻ വല്ലതും കഴിച്ചോ? ആ കഴിച്ചു. നീ കഴിച്ചോ? കഴിച്ചല്ലോ. അല്ല, നമ്മുടെ മക്കൾ പഠിക്കുക എന്ന് കേട്ടു, സത്യമാണോ? അതെ ചായ, എന്തുപറ്റിയെന്ന് അറിയില്ല. 4 പേരും ഭയങ്കര പഠിത്തം. ഇനി സ്കൂളിൽ വല്ല പരിപാടി ഒപ്പിച്ച് വെച്ച? അങ്ങനെ വല്ലതും നടന്നു കഴിഞ്ഞാൽ ചേച്ചി എന്നോട് പറയത്തില്ലേ? ആ അത് ശരിയാ, ഞാൻ പോയി ഫ്രഷ് ആയി വരാം. ആ, ഓക്കെ. ബേബി, എന്താ? സിയമ്മൾക്കൊരു കൂട്ട് വേണ്ടേ? വേണോ? പിന്നെ വേണ്ടേ? എന്റെ അടുത്ത് സിയ പറഞ്ഞു അവൾക്കൊരു കുഞ്ഞുവാവെ വേണോന്ന്. അതിനൊരു വാവ വരാൻ പോവല്ലേ? ഏത് വാവ? മിയയുടെ വാവ. ഓ, എന്നാലും നമുക്ക് മൂന്നാമത്തെ ഒരെണ്ണം വേണ്ടേ? പോയേച്ചായ അവിടുന്ന്. 2 നോക്കുന്ന പാട് എനിക്കറിയാം. അപ്പോഴാ മൂന്നാമത്തെ ഒരെണ്ണം. ഓക്കെ, ആ ടോപ്പിക്ക് വിടാം നമുക്ക്. നിന്റെ മൂഡ് ഇപ്പൊ ഓക്കെ അല്ല, എന്തു പറ്റി? ഇച്ചായ, എന്താടാ? എനിക്ക് മിയയുടെ കാര്യം ആലോചിച്ചിട്ട് പേടിയാവുന്നു. എന്നാത്തിന്? അതിച്ചായ, ഇപ്പൊ തന്നെ 4 നോക്കുന്ന പാട് അവൾക്കറിയാം. പിന്നെ 5ാമത്തെ ഒരെണ്ണം കൂടി വന്നാ പാവം എന്റെ കൊച്ച്. ഓ അതായിരുന്നോ എന്റെ ടെസേ. നീ ടെൻഷൻ ആകാതെ, 5ാമത്തെ കൂടി വരട്ടെ, നമുക്ക് നോക്കാം. ആ ആ, എന്താ സിയ? അതിനെന്താ മോളെ, വാ, പപ്പയുടെയും മമ്മിയുടെയും കൂടെ കിടക്കാമല്ലോ. ബേബി, എന്താ ചായ?
എന്നെ ആലോചിച്ചോണ്ടിരിക്കുവാ. ഞാൻ ആലോചിക്കുക നമ്മുടെ ബേബി ബോയ് ആണെങ്കിലും ഗേൾ ആണെങ്കിലും എന്ത് പേരിടുമെന്ന്. എന്നിട്ട് പേര് കിട്ടിയോ? കിട്ടിയില്ല. സാരമില്ല, പോട്ടെ. നമുക്ക് ഇനിയും ടൈം ഉണ്ടല്ലോ. ഇപ്പൊ നിനക്ക് 8 മാസമല്ലേ ആയുള്ളൂ. ഇനി 1 മാസം കിടക്കല്ലേ. അതും ശരിയാ. ബേബി ആദ്യം വരട്ടെ. വന്നിട്ട് ബോയ് ആണെങ്കിൽ മൈക്കിൾ എന്ന് ഇടാം, ഗേൾ ആണെങ്കിൽ മേഘ എന്നും ഇടാം. എനിക്ക് പേര് കിട്ടി. ആ, കിട്ടിയല്ലേ. 2 പേരും കൊള്ളാം. ഈ ബേബി വന്നിട്ട് വേണം 6ാമത്തെ ഒരെണ്ണം ട്രൈ ചെയ്യാൻ. ഓ പിന്നെ 6ാമത്തെ പോയി ചെയ്യാൻ അവിടുന്ന്. ഞാൻ ഇനി സമ്മതിക്കൂലേ, എനിക്ക് പറ്റൂല. അയ്യോ ബേബി, അങ്ങനെ പറയരുത്. ഞാൻ പറയും. നീയല്ലേ പറഞ്ഞേ ബേബി 10 കുട്ടികൾ വേണമെന്ന്? 5ാമതായതേ ഉള്ളൂ. ഇനി 5എണ്ണം കൂടി കിടക്കുക. ഓ ഞാനത് അപ്പുറത്തെ ഫ്ലോയിൽ പറഞ്ഞു പോയതാ. നിങ്ങളിത് സീരിയസ് ആക്കുമെന്ന് ഞാൻ അറിഞ്ഞു. പിന്നെ ഞാനത് സീരിയസ് ആക്കി എടുത്തു. അതുകൊണ്ടല്ലേ 5ാമതും വന്ന് നിൽക്കുന്നത്. ഓ ഇമ്മാതിരി റൊമാൻറ്റിക് ഹാപ്പീനാണല്ലോ ദൈവമേ എനിക്ക് തന്നത്. ഹോസ്പിറ്റലിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡോക്ടർ വീട്ടിൽ വന്ന് ഇമ്മാതിരി റൊമാൻറ്റിക് ആവുമെന്ന് ആരെങ്കിലും കാണുന്നുണ്ടോ? എന്റെ ബേബി, നീ അങ്ങനെ പറയരുത്. ഹോസ്പിറ്റലിൽ ഐ എം സ്ട്രിക്ട് ഡോക്ടർ. വീട്ടിൽ വരുമ്പോൾ ഞാൻ സ്ട്രിക്റ്റ് ആയാൽ എങ്ങനെയാ? അതൊരിക്കലും ശരിയാകൂല. അതുകൊണ്ടല്ലേ ഞാൻ നിന്റെ അടുത്ത് റൊമാൻറ്റിക് ആകുന്നത്. ഏത് നേരത്താണോ ഇയാളെ കയറി പ്രേമിക്കാൻ തോന്നിയേ? ബേബി, നീ അതൊക്കെ ഓർത്തുകൊണ്ടിരിക്കാതെ കിടന്നുറങ്ങിയേ. കിടക്കുവാ. ഞാൻ പോകാൻ റെഡിയായി. തെസാ വാ. ഇതാ വരുന്നു. പോകാം. മമ്മി ഇറങ്ങുവാണേ. മക്കളെ. മോളെ മിയ. എന്താ മമ്മി, പിള്ളേരെ റെഡിയായോ? മമ്മി അവര് റെഡിയായി. എന്നാ ഞാൻ പോയി അവരെ ബസ് കയറ്റി വിട്ടിട്ട് വരാം. ഓക്കെ മമ്മി. ബേബി, എന്നാ ചായ? നിനക്ക് എന്തെങ്കിലും തിന്നാൻ വേണോ? ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വരുമ്പോ വാങ്ങിക്കൊണ്ടുവരാം. എനിക്കൊന്നും കഴിക്കാൻ വേണ്ട ചായ. ഓക്കെ, ഞാൻ പോയി റെഡിയാക്കട്ടെ. ജോയ് എവിടെ പോയി മോളെ? ഹോസ്പിറ്റലിൽ പോകാൻ റെഡിയാകാൻ പോയി മമ്മി. മിയയ്ക്ക് വോമിറ്റ് ചെയ്യാനും തല ഇറങ്ങാനും തുടങ്ങി. അവൾക്ക് ഒട്ടും വയ്യാതെയായി. എന്തു പറ്റി മോളെ? അറിയില്ല, വോമിറ്റിങ് ചെയ്യാൻ വരുവാ. മിയ അവിടെ വയ്യാതിരിക്കുന്നത് കണ്ട് ജുഹാൻ ഓടി വരുന്നു. എന്ത് പറ്റി ബേബി നിനക്ക്? വാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. അത്ര കുഴപ്പമൊന്നുമില്ല എനിക്ക്. അതൊന്നും പറഞ്ഞ് ശരിയാകത്തില്ല മോളെ. വാ, ഹോസ്പിറ്റലിൽ പോകാം. ഇതാര്? മിയക്ക് എന്ത് പറ്റി? ഇവൾക്ക് എന്താ പറ്റിയെന്ന് അറിയില്ല. ഫുഡ് കഴിച്ചോണ്ടിരുന്നപ്പോ വൊമിറ്റ് ചെയ്യുമായിരുന്നു. എടാ, നീ ഒരു ഡോക്ടർ അല്ലേ? നിനക്ക് ഇവൾക്ക് എന്താ പറ്റിയെന്ന് നിനക്ക് അറിയത്തില്ലേ? എടാ, എനിക്ക് അറിയില്ല. അതുകൊണ്ടല്ലേ ഇങ്ങോട്ട് പോന്നത്. ഓക്കെ, എന്നാ വാ മിയ. റിയാൻ പുറത്തു വരുന്നു. റിയാനെ, എന്താടാ അവൾക്ക്? അത് അവൾക്ക് ഫുഡ് കാരണം ഉണ്ടായതാടാ. ഫുഡ് കഴിച്ചോണ്ടിരുന്നതിന്റെ പ്രശ്നമല്ല, വേറെ പ്രശ്നമൊന്നുമില്ല. ആണോ? ഇപ്പൊ അവൾക്ക് എങ്ങനെയുണ്ട്? അവൾക്ക് ഇപ്പൊ ഓക്കെയാണ്. ഞാൻ പോയി കണ്ടിട്ട് വരാം. ഓക്കേടാ. ആന്റി, അവൾക്ക് ഈ സ്പൈസി ആയുള്ള ഫുഡൊന്നും കൊടുക്കല്ലേ. പിന്നെ നന്നായി വെള്ളം കുടിക്കാൻ പറയണം. ഫ്രൂട്ട്സ് ജ്യൂസ് അടിച്ചു കൊടുത്താൽ മതി കേട്ടാ. ഓക്കെ മോനെ. പിന്നെ 1 മാസം കൂടിയേ ഉള്ളൂ ഡെലിവറിക്ക്, അത് ഓർമ്മ വേണം. ബേബി, ആർ യു ഓക്കെ ബേബി? I'm fine, hubby. എന്താ പറ്റിയ തെസയ്ക്ക്? എന്താ ഉണ്ടാകുന്ന നടക്കുന്നത്? മമ്മി പറ, അവൾക്ക് എന്താ പറ്റിയേ? അത് കെവിനെ. മമ്മി ടെൻഷൻ അടുപ്പിക്കാത്ത കാര്യം പറ. നീ അവളോട് തന്നെ പോയി ചോദിക്ക്. ഓക്കെ. കെവിൻ മേശപ്പുറത്ത് നോക്കിയപ്പോൾ പ്രഗ്നൻസി റിവ്യൂ ടെസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടു. അവൻ അന്തം വിട്ട് നിൽക്കുന്നു. നീ ശരിക്കും പ്രഗ്നന്റ് ആണോ? എനിക്ക് സന്തോഷം കൊണ്ട് ഇരിക്കാനോ നിൽക്കാനോ വയ്യ. നിനക്കിപ്പോ എന്തായാലും തിന്നാൻ വേണോ?
ഇച്ചയ കൂൾ ഡൗൺ, എനിക്കിപ്പോ തിന്നാൻ ഒന്നും വേണ്ട. പറ മോളെ. ഉണ്ടല്ലോ. അതെല്ലോ. 3 മാസം ടെസയ്ക്ക് മോൾക്ക് റെസ്റ്റ് വേണം, റൂമിൽ ഇരുന്നാ മതി. ആ ഓക്കെ അമ്മി. ആ എന്താ പറ്റി മമ്മിയ മോളെ? ബേബി ചവിട്ടിയതാ. അയ്യോ വാവേ, മമ്മി എങ്ങനെ വേദനിപ്പിക്കാതെ. എന്താ മോനെ? അതിനെന്താ, ഞാൻ പാടിത്തരാലോ. எனக்கு பிடிச்சவனே, என் நெஞ்சில் தீய விதைச்சவனே, என் கண்ணுக்குள்ள நுழைஞ்சு சிந்தையில செதஞ்சு போன, இந்த வீட்டில் ஒரு ஓரத்தில் மௌனமாக மறைஞ்சு போன, முதல் ஒன்ன பார்க்கையில மனசுல மாற்றமில்ல, மெதுவாக என்னில் வந்து நுழைஞ்ச என் ஞாபகமா நிறைஞ்ச என் தோழனே, இது காதல்னு தோணவில்லை, கொடுக்கும் காயங்களும் ஆறவில்லை, நீங்கில்லை மனம் பின்னுள்ளது, நான் தனிமதியில் துணைய தேடி நோகிறேனே. മതി മതി അവളെ പൊക്കി അടിച്ചത്. സമയം നോക്ക്, 10 കിടന്നുറങ്ങാൻ വന്നേ. കെവിൻ പറഞ്ഞ കേട്ട് എല്ലാവരും കിടക്കാൻ റൂമിലോട്ട് പോയി. പക്ഷേ മിയ നേരെ പോയത് അടുക്കളയിലേക്കായിരുന്നു. ഇവളെന്താ കിച്ചണിലോട്ട് പോകുന്നേ? പോയി നോക്കാം. ജുഹാൻ അടുക്കളയിലേക്ക് പോയി. അവൾ നോക്കിയപ്പോൾ മിയ ബനാന മിൽക്ക് എടുത്ത് കുടിക്കുന്നതായിരുന്നു കണ്ടത്. അത് കണ്ടപ്പോൾ ജുഹാന് ചിരി വന്നു. ബനാന മിൽക്ക് കുടിച്ച് തിരിഞ്ഞ മിയ ജുഹാനെ കണ്ടൊന്ന് ഞെട്ടി. ഹോ, പേടിച്ചു പോയല്ലോ. ഒന്ന് മാറണ, എനിക്ക് റൂമിലോട്ട് പോണം. ആ പൊക്കോ. ഇച്ചായ, എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ? അല്ല മിയ ബേബി, ഞാൻ ചിന്തിക്കുമായിരുന്നു. എന്തേ? 5 മതി ഒരു ബേബിയായി, ഇനി 5 കൂടി താങ്ങാൻ നിന്റെ ബോഡിക്ക് പറ്റുമോ എന്ന് നോക്കിയതാ. ദേച്ചായ, മര്യാദക്കിരുന്നോ? അങ്ങനെ ഇനി ഒരു 5 കൂടെ ഉണ്ടാക്കാൻ ഇറങ്ങിയേക്കുന്നു. എന്തായാലും നിന്റെ ഡെലിവറി ഒന്ന് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് അടുത്തത് നോക്കാം. ആ അത് അപ്പോഴല്ലേ, ഇപ്പൊ ഇച്ചായ വന്ന് കിടക്കാൻ നോക്ക്. ഓക്കെ. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം മിയയ്ക്ക് വയറുവേദന വന്നു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി. ടെൻഷൻ അടിച്ചുകൊണ്ട് ലേബർ റൂമിലോട്ട് അടുത്തേക്ക് ജുഹാൻ ഓടി വന്നു. മമ്മി. ആ മോനെ, അവളെ ലേബർ റൂമിൽ കയറ്റി. ആണോ? ദൈവമേ, എന്റെ പെണ്ണിനെ കാത്തോളണേ. നീ ടെൻഷൻ ആകാതെ ജോ, അവൾക്കും കുഞ്ഞിനും ഒന്നും സംഭവിക്കത്തില്ല. കുറച്ച് കഴിഞ്ഞ ശേഷം ഡോക്ടർ പുറത്ത് വന്നു. എന്നിട്ട് ജുഹാന്റെ അടുത്ത് വന്നു. ജെന്നി. ജുഹാൻ പേടിക്കണ്ട, മിയ പ്രസവിച്ചു, ആൺകുട്ടിയാണ്. ഓ മൈ ഗോഡ്, താങ്ക് യു സോ മച്ച്. ജെന്നി, എനിക്ക് പോയി കാണാൻ പറ്റുമോ അവളെ? കുറച്ച് കഴിഞ്ഞ് റൂമിലോട്ട് മാറ്റും, അപ്പൊ കാണാം. ആ ഓക്കെ. കൺഗ്രാറ്റ്സ് ബ്രോ. അങ്ങനെ 5ാമത്തത് ഒരു ബേബിയായി. എന്ത് പേര് കണ്ടുപിടിച്ചേക്കുന്നു? മൈക്കിൾ. ആ കൊള്ളാലോ, നല്ല പേര്. ജോയൽ, ഇഷാൻ, ഇസ, തേയ, പിന്നെ മൈക്കിൾ. ആ കൊള്ളാലോ, എല്ലാവരുടെയും പേര് കൊള്ളാലോ. 5 മക്കൾക്കും ഡിഫറെന്റ് ആയിട്ടുള്ള പേര്. മിയ ബേബി, ഇച്ചായ നോക്ക് നമ്മുടെ മോനെ. നിന്നെ പോലെ സുന്ദരനാണ്. അല്ല, ഇച്ചായനെ പോലെയാണ്. മിണ്ടാതിരുന്നോ 2 പേരും. വാ വാവേ, ഞാനൊന്ന് കാണട്ടെ. അച്ചടാ, എന്താ ക്യൂട്ടാ വാവേ കാണാൻ. മോളെ, കഴിക്കാൻ എടുക്കട്ടെ? ഇപ്പൊ ഒന്നും വേണ്ട മമ്മി. അല്ല, കുട്ടിപ്പട്ടാളങ്ങളെല്ലാം കൂടെ എങ്ങോട്ടാ? കളിക്കാൻ പോകുക. ഓ ശരി. പപ്പയുടെ സുന്ദരി എവിടെ ഇരിക്കുവാണ്? വാ, പപ്പയുടെ കൂടെ വാ. ബ്ലെസ്സിയെ ഒരു ഉമ്മ കൊടുത്ത ശേഷം കെവിൻ അവളെ എടുത്തുകൊണ്ടും പോയി അവിടുന്ന്. അല്ല മോളെ, മിയ എവിടെ? അവള് റൂമിലാ. ആ
മമ്മിയുടെ ഭാവയ്ക്ക് വിശക്കുന്നുണ്ടോ? മമ്മി പാല് തരാലോ. അച്ചടാ, ഇത് ആരും മമ്മിയുടെ തേയമുളവാ? ടേയ ചിരിച്ചുകൊണ്ട് അടുത്ത് ചെന്നു. ഇതേ സമയം ഹോസ്പിറ്റൽ. ദേ മനുഷ്യ, ഞാൻ പറയുന്നത് അങ്ങ് കേട്ടാ മതി, നിങ്ങൾ വേറെ ഒന്നും പറയണ്ട. ഹലോ, ഞാൻ നിന്റെ ഹസ്ബൻഡാ. നീ ഞാൻ പറയുന്ന കേട്ടാ മതി. എനിക്ക് പറ്റൂല. എന്നാ എനിക്കും പറ്റത്തില്ല. ഓ, ഒന്ന് നിർത്തോ രണ്ടെണ്ണം, പോയി ജോലി ചെയ്യേ. ആ, ഓക്കെ. ആ, പോകുക. ബേബി, എന്തോ? മക്കൾ ഉറങ്ങിയോ? ഉറങ്ങിയല്ലോ. ഉറങ്ങിയല്ലേ? അപ്പോൾ കാര്യങ്ങൾ എങ്ങനെയാ തുടങ്ങല്ലേ? എന്താന്ന് ഞാനൊന്നല്ല, ഞാൻ പോയി വഴി തുടങ്ങാൻ വന്നേക്കുന്നു. നിൽക്കടി അവിടെ. ഇച്ചയ വേണ്ട. വേണം. നീ എന്താ പറഞ്ഞത്? ശരി മോളെ, ഞാൻ കേക്കൂല. വേണ്ട ചായ. ஒரு பெருக்கவுமானதே அட ஆத்தோட விழுந்த என அந்த ஆத்தோட போவது போ நெஞ்சு உன்னோடதான் பின்னோடதே அடக்காலம் மறந்து காட்டு மரமும் பூக்கிறதே குறுக்கு சிரித்தவளே என்ன குங்குமத்தில் கரைச்சவளே நெஞ்சில் மஞ்சள் தேச்சு குளிக்கையில் என்ன கொஞ்சம் பூசத்தாயே உன் கொலுசுக்கு மணியாக என்ன கொஞ்சம் மாத்தத்தாயே கண்ணுக்குள்ள நுழைஞ்சு ஒரு தரையே கொடிய விட்டு குதிச்சு மல்லிகையே ஒரு மொழி சிரிச்சு பேசறியே வாய மேல வாய வச்சு வார்த்தைகளை உறிஞ்சு போட்டு விரல வச்சு அழுத்திய கழுத்துல கொளுத்திய வெப்பம் இன்னும் போகல அடிவும் போல சிவப்பு இல்ல கணுக்கால் கூட கருப்பு இல்ல நீ தீண்டும் இடம் தித்திக்குமே நீ பாக்கி உடம்பு செய்ய வேண்டும் பாக்கியமே குறுக்கு சிரித்தவளே என்ன குங்குமத்தில் கரைச்சவளே நெஞ்சில் மஞ்சள் தீச்சு குளிக்கையில் என்ன கொஞ்சம் பூசத்தாயே கொலுசுக்கு மணியாக என்ன கொஞ்சம் மாத்து தாயே. ഇച്ചായ, എന്താ തെറ്റാ? അല്ല ഇച്ചായൻ കിടക്കുന്നില്ലേ? ആ, ഞാൻ ദാ വരുന്നു. മക്കളെവിടെ? അവര് ഉറങ്ങാൻ പോയി. എന്നാ വാ, നമുക്കും കിടക്കാം. എന്നാ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. நேத்து என்ன ஆச்சு அது